தாவி ஓடுறான், அத்த பெத்த பூங்குயில தேடி வாடுறான், சந்தன மாலை அள்ளுது மாலை வாசம். നീ എന്താടാ കുറെ നേരമായില്ല പേ പിടിച്ച പട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ. നീ ഇവിടെ വന്ന് ഇരിക്കടാ. ഇരിക്കാൻ പറ്റൂല. അതെന്താ മൂലക്കുരു ഉണ്ടോ നിനക്ക്? കാണാ എടാ, നീ രാവിലെ എന്റെ കൂടെ കോമഡി പറഞ്ഞോണ്ടിരിക്കാതെ നീ അവിടെ സെറ്റാക്കളെ വഴി പറഞ്ഞാ. അവൾക്കറിയോ നിനക്ക് ഇഷ്ടമാണെന്ന്? നീ കൊറേ നാളായല്ലോ അവളുടെ പിന്നാലെ നടക്കണം, എന്നിട്ട് ഒരു വട്ടം പോലും പറഞ്ഞിട്ടില്ലേ? എടാ, എനിക്ക് അവളോട് പറയാനൊരു പേടിയാടാ. ബെസ്റ്റ് ആണുങ്ങളെ വിലകളെ മൂക്കിലായ പൂടെ വളർത്തി നടക്കാണ്. എടാ, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടാടാ, പക്ഷെ അവളോട് പറയാനൊരു പേടി. മാങ്ങാണ്ടി പോടാ. നീ പറയാൻ നിന്റെ ഇഷ്ടമുള്ള എങ്ങനെ അറിയും? നീ ഇങ്ങനെ പേടിച്ചെന്നാലേ വല്ല ചെക്കന്മാരും കൊത്തിക്കൊണ്ടു പോവാളാ. എന്നാ നിന്റെ കൊക്കിന് ജീവൻ ഉണ്ടാവില്ല. ഞാൻ നല്ല പാട്. എടാ, നീ എങ്ങനെയെങ്കിലും സെറ്റാക്കി താടാ. ചെലവിയാടാ. ചെലവിയോ? ഇതാ പറയണ്ടേ, നമുക്ക് സെറ്റാക്കാടാ. നീ വെകിളി പിടിക്കാണ്ടിരിക്കേ. എന്താ പരിപാടി? കുറച്ച് നാളായല്ലോ കണ്ടിട്ട്. ഇവനൊരു പെൺകുട്ടിയുടെ മുഖത്ത് ആണോടാ? ഈ ചേട്ടന്മാരൊക്കെ കടത്തി വിട്ടാൻ തുടങ്ങിയല്ലോ. ഇയാള് കൊള്ളാല. ആരാണ് ആള്? ക്ലാസ്സിൽ പഠിക്കുന്ന ആര്യ. നീ എങ്ങനെ സെറ്റ് ആക്കിയടാ? സെറ്റായിട്ടൊന്നും ഇല്ല രമേശേട്ടാ. പുറകെ നടപ്പോലും ഇല്ല. എന്ത് പ്രേമാണ് അവരുടെ നാണോ ഉള്ളവരൊക്കെ. എനിക്ക് അവളോട് പറയാനൊരു പേടി. എടാ, നീ പേടിക്കാതെ അവളോട് പോയി കാര്യം പറ. അതിന് പോലെ കാര്യമില്ല. അവളിങ്ങോട്ട് വരുമോ? ഇല്ലേ, വരുന്നില്ലേ? നോക്ക്. നീ ഇങ്ങോട്ട് വന്നേ. നീ അവളോട് പോയി പറഞ്ഞേ ഐ ലവ് യു. അവളോട് പോയി പറഞ്ഞേ. ഞാനോ? പിന്നെ ഞാനോ? അല്ലെങ്കിൽ പിന്നെ നമുക്കിന്ന് പോയാലോ? കൊള്ളാല. ഇവനെന്തായാലും പോയി പറയാൻ പോകുന്നില്ല. നിങ്ങൾ അവനോട് പോയി പറഞ്ഞാലോ? അടിപൊളി വണ്ടി അയ്യോ, വേണ്ട പോലെ. രമേശേട്ടാ, അയ്യോ ചേട്ടാ പോലെ. വല്ല കാര്യം ഉണ്ടായിരുന്നാ? നമ്മുടെ രമേശേട്ടൻ പോയി സെറ്റാക്കളെ കണ്ടോ നീ? എവിടേക്കാണ് ചൊമ്പും ചൊമ്പൊക്കെ ഇട്ടിട്ട് മതിൽ പിടിക്കാം. ഈ മധു പകരും മലച്ചൊരിയും അനുരാഗ പൗർണമിയെ. ആ മലച്ചൊരിയും അനുരാഗ പൗർണമിയെ. കൊള്ളടാ. ഇതൊന്നും കിട്ടിയില്ലേ? കിട്ടിടാ. രണ്ട് തിമീങ്കല ഒരു സ്രാവ്. വല്ലതും കിട്ടിയാ ഞാൻ ഇവിടെ ഇരിക്കുവോ? ഒരു കോമഡി ആയുധം കൊണ്ടുള്ള കളിയാ. കോൺസെൻട്രേഷൻ കളയാതെ പോയെ. പണിപാളിയെന്ന് തോന്നുന്നു. ആ ഗുണ്ട് നമ്മുടെ പുറത്തെ നീ ആ ഊർവഴിയിലൂടെ ഏത് ഈ കാണുന്ന വഴിയോ? ഞാൻ സുരമണ വഴിയാണ്. ഇയാൾ കോപ്പയെ വഴി തീർന്നടാ. ഞാനുദ്ദേശിച്ച ഇതല്ല. എന്താ കൊടുങ്ങല്ലൂർക്കുള്ള വഴി? എന്റെ പൊന്നു. ഈ പാടം കണ്ടില്ലേ? ഈ പാടത്തിന്റെ അപ്പുറം കൊടുങ്ങല്ലൂരാണ്. വെറുതെ നമ്മുടെ പെട്രോൾ എത്തിക്കാൻ വേണ്ടി വന്നിരിക്കുക. തേണ്ടി അവിടെ നിന്റെ അപ്പുറം നിർത്തിയേക്കും. അവിടെ അതെ, പേച്ച് മേടിച്ച് തൂറാൻ മട്ടി. ഞാൻ തൂറിട്ട് വരട്ടെ. വെറുതെ ഒരു വാട. എന്തര മോനെ? ചളിയൊക്കെ പോടാ. പോയി നിന്റെ കാര്യം നോക്കടാ. പോട്ടാ, നാളെ കാണാം. ശരിടാ. ഹലോ ഹലോ, പെണ്ണ് കേസായിരുന്നല്ലേ? പെണ്ണ് കേസാ? നീ ഉരുണ്ടെന്ന് കളിക്കണ്ട. മുമ്പ് ആ കാറിന് പോയത് ആരാ നിനക്ക് മനസ്സിലായോ? അവളുടെ മാമൻ കൊലയാളി സതീഷ്.
ചേട്ടാ അയാള് കൊലപ്പുള്ളിയാണെങ്കിൽ ഇലപ്പുള്ളിയാണെങ്കിൽ എനിക്കെന്താ ചേട്ടാ? നിനക്കിട്ടും ഉണ്ട് അവനിട്ടും ഉണ്ട്. എന്ത്? 2 മണവളന്മാരിങ്ങ് പോര്. 2 പേരിലും ആളുടെ വീട്ടിലെത്തിച്ചേക്കാനാ പറഞ്ഞിരിക്കുന്നത്. ചേട്ടാ ഞങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങോട്ട്. എന്റെ പൊന്നു മോനെ, അങ്ങനെ നിങ്ങൾ പോകാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കയറി തല്ലും. ചേട്ടാ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരാം ചേട്ടാ. ശരി ചേട്ടാ, ഓക്കെ. ഹലോ എടാ, നീ എവിടെയാടാ? എടാ ഞാൻ ബാത്റൂമിലാണ്. നീ പെട്ടെന്ന് വളവിലോട്ട് വാടാ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നാളെ വൈകിട്ട് കാണാന്ന്. ഞാൻ ഇപ്പം ബിസിയാണ്. എടാ കോപ്പെ, നാളെ കാണാൻ നീ ഉണ്ടായിട്ട് വേണ്ടേ? അതിന് നീ എവിടെ പോണം? എടാ സഗീറൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആരുടെ ചേട്ടനെ. നമ്മളെയും കൂട്ടി അയാളുടെ വീട്ടിലോട്ട് എല്ലാം പറഞ്ഞിരിക്കുക പെട്ടെന്ന് തന്നെ. ഞാനൊന്നുമില്ല, നീ പോയിച്ചോ. എടാ നീ വരികയാണെങ്കിൽ വാ, അല്ലെങ്കിൽ അവര് നിന്റെ വീട്ടിലോട്ട് വരും കേട്ടാ. അല്ലെങ്കിൽ മനസ്സമായിട്ട് കൂറാനും സമ്മതിക്കില്ല. കേറിരിക്ക് കുട്ടന്മാരെ. കുടിക്കാൻ ചായ കൊടുക്ക്. നമ്മൾ മര്യാദക്ക് പോകും തോന്നുന്നില്ല കേട്ടോ. ചോറില്ലേ? എന്റെ പെങ്ങളുടെ പുറകെ നടക്കുന്നത്. അല്ല സാർ, പിന്നെ ഞങ്ങൾക്ക് അറിയില്ല സാർ. പിന്നെ നിന്റെ തന്റെ പുറകെ നടക്കുന്നത്. പെട്ടെന്ന് കേട്ടോ. വേഗം വാ, വണ്ടിയുടെ വടി കിട്ടാത്ത ഭാഗ്യം. ചേട്ടാ ആ ചാവി. എന്റെ പൊന്നു മച്ചാനെ, ഞാൻ അവിടുത്തെ ഇടി പൊട്ടിയത് ഭാഗ്യത്തിനെ രക്ഷപ്പെട്ടത്. എടാ തീർന്നില്ലടാ, പുറോട്ട് നോക്കേ. എന്റെ പൊന്നു ക്ലൈമാക്സ് ഉണ്ടാവൂടാ, നമ്മൾ തീരുമാനിക്കും എന്റെ ക്ലൈമാക്സ്. നീ പെട്ടെന്ന് ഫോൺ എടുത്ത് നമ്മുടെ പിള്ളേരോട് പറ ഗ്രൗണ്ടിലോട്ട് വരാൻ. നിന്റെ പേരിലുള്ള വണ്ടി എടുത്തിട്ട് നീ ഞങ്ങളുടെ പെങ്ങളുടെ ബാക്കിൽ നടന്നിട്ട് അത് നീയല്ലാന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ ഞങ്ങൾ മുളകാന്ന് വെച്ചാൽ എന്റെ പൊന്നു ശശിയെ, ഉത്സവം കഴിഞ്ഞ് കൊടി ഇറങ്ങി, എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇതാ ഊളെ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടി നാളെ നിർത്തി ഓടി വന്നതും പോരാ, ഇതൊക്കെ 2 കൂടുതൽ ഇടായിരുന്നു. നീ ഒന്ന് പോയടാ. എന്റെ പൊന്നു രമേശ് ചേട്ടാ, അവന്റെ കൂട്ട് വിട്ടോട്ടോ, അല്ലെങ്കിൽ പാഴ്സൽ വരുവേ. ഞാനറിയാതെ പെണ്ണിന്റെ പുറകെ ഞാൻ തന്നെ ബൈക്ക് എടുത്തു പോയി എന്ന് പറഞ്ഞ അവന്മാർ എന്നെ തല്ലിയത്. മഞ്ചേഷേ,
നീ എങ്ങാനും ആ ബൈക്ക് എടുത്ത് അവളുടെ പുറകെ പോയടാ? പൊന്നി രമേശേ, ഒറ്റയ്ക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാൻ പാടില്ലാത്ത ഞാനാ. ഒന്ന് പോയി. പിന്നെ ആരായിരിക്കടാ ബൈക്ക് എടുത്ത് അവളുടെ പുറകെ പോയത്? രമേശേട്ടാ, രമേശേട്ടൻ ഇപ്പം ബൈക്ക് വാങ്ങാറില്ലേ? ആ നിന്റെയൊക്കെ രക്ഷിക്കാമെന്ന് എന്നെ തന്നെ പ്രതിയാക്കണോ അല്ലേ? രമേശേട്ടാ, ഞാൻ വീട്ടിൽ പോവാട്ടാ, വൈകിട്ട് കാണാം. എന്നാൽ ആരായിരിക്കടാ എന്റെ ബൈക്ക് എടുത്ത കൊച്ചിന്റെ പുറകെ പോയത്? ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. രമേശേട്ടാ ബൈക്ക് തരുമോ? നീയേ അരിപ്പലത്ത് പോകാൻ. രമേശേട്ടാ വണ്ടി ഒന്ന് തരുമോ? എവിടേക്കാണ്? അരിപ്പലത്ത് പോകാനാണ്. അരിപ്പൽ വണ്ടി അരിപ്പലത്ത് പോകാനാ. അരിപ്പാലത്ത്. എനിക്ക് ഈയിടെയായിട്ട് അരിപ്പാലത്തുള്ള മോക്ക് കൂടുതലുണ്ടാ. വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. മഞ്ജുഷ ഇവരാണോ? എല്ലാ വണ്ടികളും പരിശോധിക്കാനാ മോളിൽ നിന്നുള്ള ഓർഡർ. അതുകൊണ്ട് ഒരൊറ്റ വണ്ടി പോലും വിടരുത്. പിന്നെ ആരായിരിക്കും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത്? വല്ല തീവ്രവാദികളായിരിക്കോ? തീവ്രവാദികളാ എന്റെ സ്റ്റേഷൻ പരിധിയില്ല. സാറിന് ഇപ്പൊ ഒരു തീവ്രവാദി കിട്ടിക്കഴിഞ്ഞാൽ സാറിന് പ്രൊമോഷൻ ഉറപ്പല്ലേ? പിന്നെ എന്ത് നോക്കാൻ SI ആയിട്ടിരുന്ന് മടുത്തു. ആ കുട്ടികളെ തട്ടിക്കൊണ്ട് എന്നെ കൈ കിട്ടിയാണ്ടല്ലോ, പേടിച്ചവന്റെ എല്ലാം സൂപ്പാക്കും. എന്നിട്ട് നമ്മുടെ സ്റ്റേഷനിൽ തെളിയാർക്കുന്ന എല്ലാ കേസുകെട്ടിലും അവന്റെ പേടലേക്ക് ഞാൻ വെച്ചു കൊടുക്കും. സാറിന്റെ ഒരു ബുദ്ധി. പോലീസല്ല പട്ടാളം വന്നാൽ എനിക്കൊരു കുഴപ്പമില്ല. സാറേ, ആ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ പിള്ളേരല്ലേ? ഇന്ന് രാവിലെ കൊടുങ്ങല്ലൂർ LP സ്കൂളിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ കുട്ടികളെയാണ് കോണത്തുകുന്നിലെ രമേശും പിള്ളേരും ചേർന്ന് അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത്. ഇന്ന് കാലത്ത് സ്കൂളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടികളെ അതിസാഹസികമായിട്ടാണ് നിങ്ങൾ രക്ഷപ്പെടുത്തിയത്. Kongratulations.